കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ അറിഞ്ഞ അവള് വന്നതല്ല, കേറി വന്നപ്പോഴറിയുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. നാണുണ്ടടാ നിനക്കിത് പറയാൻ? അവളുടെ കാശ് വാങ്ങിയേക്കല്ലേ, ഞാൻ ഓടി നോക്കെ വെറുതെ. ഞാനത് മറക്കും അളിയാ. ഒരു തവണത്തേക്ക് അളിയനൊന്ന് ശ്രമിക്കേ. അവളെ നന്ദോട്ടനെ കണ്ടിട്ട് അങ്ങ് പൊക്കോട്ടെ. തോറ്റു കൊടുക്കരുത് മോളെ. നിക്കടി. അളിയ വേണ്ട. കണ്ടോമാരുടെ കയ്യിലെ കാശുകൊണ്ട് ആളാവനല്ലേ നീ വന്നത്? നീ വലിയ കാശുകാരിയാന്ന് കണ്ട് ഞങ്ങളുടെ കണ്ണുകളി പോകുന്നു കരുതിയോ? അളിയ ഒച്ച വെക്കല്ലേ, ഇത് ഹോസ്പിറ്റലാ. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എവിടെയായാലും എനിക്ക് തടാ. ഇവക്കിങ്ങനെ കൊച്ചമ്മ ചവഞ്ഞ് ഞെളിഞ്ഞിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തത് നീയാ. കൊച്ചിന്റെ സർജറി നടത്താനുള്ള കാശ് വായിച്ച് ഞാൻ വന്നതല്ലടാ. ആരോടും ചോദിക്കാതെ ഇവളെ കാശടച്ചെങ്കിൽ ആ പണി ഇവളെ മുഖത്ത് വെളിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞത് നീ കേട്ടോ? എങ്കിൽ വീണ്ടും ഇവളോട് വരുമായിരുന്നോ? ഇവളെ കണ്ടവന്മാരോടെ പോയി നാണം കെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാ നീ നിന്റെ മോനെ ചികിത്സിച്ചത്. നാണം കെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്നത് ഞാനല്ല. 25 ലക്ഷം രൂപ എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോ ഈ അഭിമാനൊക്കെ എവിടെ പോയി? ഇരുന്ന് വാങ്ങാൻ വന്നിട്ടാ അത്രയും പണം നിങ്ങൾക്ക് തന്നതെന്ന് എന്നോട് പറഞ്ഞു. നന്ദൂട്ടിന് വേണ്ടി ഞാൻ ചെലവാക്കിയ പണം എന്റെ ആഭരണങ്ങളെ വിറ്റ് കിട്ടിയതാന്ന് അങ്ങ് കരുതിയാ മതി. നീ കരയാൻ പോകുന്നേ ഉള്ളൂടി. നിന്നെ ഞാൻ പുകച്ച് പുറത്തേ അടിക്കും. ഇനിയുള്ള കാലം നീ തെരുവിലായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതങ്ങ് ചെയ്യേ. പിന്നെ എന്നെ കരയിപ്പിച്ച് കളയാന്ന് കരുതണ്ട. കരയാനുള്ളതൊക്കെ കരഞ്ഞു തീർത്തിട്ട് തന്നെയാ തച്ചില്ലടത്ത് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. ഇനി അതിനു വേണ്ടി ആരും ശ്രമിക്കണ്ട. നിങ്ങളുടെ ആട്ടവും പരിഹാസവും കേട്ട് നിന്ന ലച്ചു അല്ല ഇന്ന് ഞാൻ. എന്റെ വഴി തടയാൻ വരാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഓരോ തവണയും അവൾ എന്നെ അവമാനിച്ചോണ്ടിരിക്കുക. ഇതാരും പണിക്കർ സാറോ? വരൂ. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. അച്ഛനുണ്ടായിരുന്നപ്പോ മംഗലശ്ശേരിയിലെ അച്ഛന് തുണയായി ഞാനും പൂജകൾക്ക് വരാറുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാമപൊതുവൾ മരിച്ച ശേഷം മകൻ ജയരാമന ആ സ്ഥാനം ഏറ്റെടുത്തതെന്നും എനിക്കറിയാം. ചുരുങ്ങിയ കാലം കൊണ്ട് ജയരാമൻ പേരും പ്രശസ്തിയും നേടിയെടുത്തു. എല്ലാം മഹാദേവന്റെ പ്രീതി. അതുപോട്ടെ, പണിക്കർ സാർ ഇപ്പോ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും വിട്ട് എന്നെ വിളിപ്പിച്ചാ പോരായിരുന്നോ? കുടുംബാംഗങ്ങളുടെ മുമ്പ് വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. അതാ ഞാൻ തന്നെ വന്നത്. ഇത് എന്റെ കൊച്ചുമൻ സഞ്ജുവിന്റെ ജാതകമാ. ജയരാമൻ ഇതൊന്ന് വിശദമായി നോക്കണം. അതിനെന്താ? അവന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുക അടുത്ത മാസം 18-ന്. ഓഹോ. പെൺകുട്ടി എന്റെ മകൾ കാഞ്ചനയുടെ മോള. അതെയോ? നന്നായി. ജാതകങ്ങൾ ഒത്തുനോക്കിയത് എന്റെ മരുമോന. പൊരുത്തങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. എന്താ പണിക്കർ സാറിന് പേരക്കുട്ടിയുടെ ജാതകമൊന്ന് ഗണിച്ചു നോക്കണമെന്ന് തോന്നാൻ കാരണം? അവന്റെ സമയം ശരിയല്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ സത്യമാണ് പണിക്കർ സാറേ. ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരിടനാഴി ഉണ്ടെന്നൊക്കെ പറയാറില്ലേ? ആ വഴിക്കാണ് ജാതകക്കാരന്റെ സഞ്ചാരം.
പക്ഷേ അയാളുടെ ആയുസ്സിന് ഒരു ഭീഷണിയും ഉണ്ടാവില്ല. ദേവിയുടെ ശക്തമായ കവചം കാണുന്നുണ്ട്. ആ കവചത്തിന്റെ ഉള്ളില് പണിക്കർ സാറിന്റെ കൊച്ചുമകൻ. ദേവീ സാന്നിധ്യം മാതൃത്വത്തിന് തുല്യമാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാവും. മറ്റുപാസനാമൂർത്തികളെ പോലെ അല്ല. അത് കേട്ടാ മതി. കല്യാണം ഉടനെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്കത് മനസ്സിലാവുന്നില്ല. അതൊരു പ്രതിബന്ധമായി നിൽക്കുന്നു. എന്താ ജയരാമ, എന്തായാലും എന്നോട് പറയാം. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പണിക്കർ സാറിന്റെ കൊച്ചുമകന്റെ ജാതകത്തിൽ കണ്ടത് ഇതിനകം സംഭവിക്കേണ്ടിയിരുന്ന അപമൃത്യുവാണ്. ഇതിനിടയിൽ വല്ല പൂജകളും നടത്തിയിരുന്നു? ഉവ്വ്, അവന്റെ അമ്മ ശങ്കരശാസ്ത്രികളെ കണ്ടിരുന്നു. ഓ, ജയരാമൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആ ശാസ്ത്രികളും പറഞ്ഞത്. പെരുവണ്ണാപുരം ദേവീക്ഷേത്രത്തിൽ 21 ദിവസം നീണ്ടു നിന്ന ഒരു പൂജയുണ്ടായിരുന്നു. ആ പൂജയ്ക്ക് ഫലം സിദ്ധിച്ചിട്ടുണ്ട്. പെരുവണ്ണാപുരത്തമ്മ സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അവിടെ നിന്നൊരു സുഹൃതം കൊച്ചുമോന് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പണിക്കർ സാറിന്റെ കൊച്ചുമകന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണുവഴിയാ. ഗ്രഹനിലയിൽ 7ാം ഭാവത്തിൽ അത് തെളിഞ്ഞു നിൽക്കുന്നു, ഒരു താലിയുടെ രൂപത്തിൽ. പണിക്കർ സാറിന് മനസ്സിലായില്ലേ? കൊച്ചുമകന്റെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നത് അവൻ താലി കെട്ടിയ പെണ്ണാ. എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് അതാണ്. കൊച്ചുമകന്റെ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മാസം മുന്നേ. അദ്ദേഹം ഒരു വിവാഹം കഴിച്ച ആളാണോ? ഏയ്, ഞങ്ങളുടെ അറിവിൽ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ വർഷങ്ങളായി മുറപ്പെണ്ണുമായി പ്രണയത്തിലാണ്. വേറൊരു പെൺകുട്ടിയെ പറ്റി ചിന്തിക്കേ വേണ്ട. അങ്ങനെയുള്ള ഒരാളല്ല എൻ്റെ കുട്ടി. എന്തായാലും താലികെട്ട് സംഭവിച്ചിട്ടുണ്ട്. മുറപ്പെണ്ണെന്നല്ലേ പറഞ്ഞത്? കൊച്ചുമകൻ ഏതെങ്കിലും സാഹചര്യത്തിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടാവാം. അവൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള പെണ്ണ, അതിലൊരു സംശയവും വേണ്ട. ഇപ്പോ താലി കഴുത്തിലില്ലെങ്കിലും അതണിഞ്ഞ നിമിഷം മുതൽ അവൾ അവന്റെ ഭാര്യയാ. എങ്കിൽ ആചാരപ്രകാരം അവന് ഒന്നുകൂടി താലി കെട്ടാവോ? എനിക്കതാ അറിയേണ്ടത്. മംഗല്യത്തിന്റെ പവിത്രത പണിക്കർ സാറിന് അറിയില്ലേ? ഇനി ഒരു താലികെട്ടിന് തുനിഞ്ഞാൽ അത് ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. താലികെട്ട് ഒഴിവാക്കുക. അതില്ലെങ്കിലും അവർക്കൊന്നിച്ച് ജീവിക്കാമല്ലോ. ഇനി ഞാൻ പറയുന്നത് പൊതുവായ ചില കാര്യങ്ങളാണ്. എന്റെ അച്ഛനിൽ നിന്ന് പറഞ്ഞു കേട്ട അറിവാ. നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയൊക്കെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ദുർമരണങ്ങളോ അപശകുനങ്ങളോ സംഭവിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചവർക്ക് അപമൃത്യു സംഭവിക്കാം, കുട്ടികളുണ്ടാവാതിരിക്കാം, കുട്ടികൾക്ക് ജീവഹാനി ഉണ്ടാവാം, സ്വരച്ചേർച്ചയില്ലാതെ അകന്നു കഴിയാം. അങ്ങനെ പലതും ഈ ജാതകത്തിലും അത് വ്യക്തമാണ്. ഇതിനെല്ലാം കാരണം കുടുംബത്തിന്റെ പാപദോഷമാണ്. നിങ്ങളുടെ കുടുംബത്തെ ശപിച്ച് ജന്മമൊടുക്കിയ ആരുടെയോ ദുർമരണം. അത് കൊച്ചുമകനെയും പിന്തുടരുന്നുണ്ട്. എന്തെങ്കിലും പ്രതിവിധിയില്ലേ ജയരാമ? പരിഹാരക്രിയകൾക്കായി പറയാനൊന്നുമില്ല. ദേവീപ്രീതിക്കായി പൂജ ചെയ്ത് സമാധാനിക്കാം. കുടുംബക്ഷേത്രത്തിൽ നട തുറന്നിട്ട് നമുക്കൊന്നുകൂടി കാണാം. ഒരു കാര്യം ഞാൻ നിശ്ചയമായി പറയുന്നു. താലികെട്ട് ഒഴിവാക്കിയാൽ കൊച്ചുമകന് ഒരാപത്തും സംഭവിക്കില്ല. ജയരാമൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അവന്റെ ശാപം തന്നെ ആ കുടുംബത്തെ വേട്ടയാടുന്നത്. മുകുന്ദന്റെ ദുർമരണം, കാവേരിയുടെ വേദന, കവിത ഇന്നും അവിവാഹിതയായി കഴിയുന്നത്. അടുത്ത ദുർവിധി എന്റെ കൊച്ചുമകനും. ഈശ്വര, ക്ഷേത്രം നട തുറന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരാം. ആയിക്കോട്ടെ. ആ, അച്ഛനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ബാ. ഇങ്ങോട്ട് വരാൻ മുന്നറിയിപ്പ് വേണോ?
പതിവില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. അമ്മയും സ്ഥലത്തില്ല. ആ അച്ഛനിരിക്കെ. പ്രഭയും ശ്രീകുട്ടി ഇവിടെ ഉണ്ടോ? പ്രഭ ഓഫീസിലേക്ക് പോയി. ശ്രീകുട്ടി പുറത്തേക്ക് പോയിരിക്കുക, കല്യാണത്തിന് കൂട്ടുകാരെയൊക്കെ ക്ഷണിക്കാൻ. അച്ഛനെന്താ ഒരു ക്ഷീണഭാവം? ഞാനേ കുടിക്കാൻ എന്തേലും എടുക്കാം. വേണ്ട, ഇപ്പോ ഒന്നും വേണ്ട. നീ ഇവിടെ ഇരിക്കെ. നിന്നോട് മാത്രമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നത്. നമ്മുടെ കുടുംബത്തിൽ നിരന്തരം ഓരോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അല്ല, ഞാനും ആ കുടുംബത്തിലെ അംഗമല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ അച്ഛൻ പറയുന്ന പോലെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സമാധാനത്തോടെ തന്നെയാ ജീവിക്കുന്നത്. തറവാട്ടിലെ കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. സഞ്ജുവിനെന്തോ പ്രാണഭീതിയോ മറ്റോ ഉണ്ടെന്നല്ലേ? അവന്റെ കാര്യം മാത്രമാണോ? മുകുന്ദന്റെ മരണം മുതൽ അത് തുടങ്ങിയതല്ലേ? അടുത്തിടെ 2 തവണയാ സഞ്ജു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്റെ അച്ഛ, ഇതൊക്കെ ഏത് കുടുംബത്തിലാ സംഭവിക്കാത്തത്? ശ്രീദേവിയായിരുന്നു ഇതിന്റെയൊക്കെ പിന്നാലെ നടന്നത്. ഇപ്പൊ അച്ഛനും തുടങ്ങിയോ? അച്ഛന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അച്ഛൻ അത് പറ. ഇന്നലെ രാത്രി ചില ദുസൂചനകൾ എന്റെ മനസ്സിലുണ്ടായി. വീട്ടിൽ ആരെയും അറിയിക്കാതെ ജോത്സ്യൻ രാമപുതോളന്റെ മകനെ ഞാൻ പോയി കണ്ടു. ശാസ്ത്രികൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെയും കേട്ടത്. 2 പേരും ഒരേ കാര്യങ്ങൾ തന്നെ പറയുമ്പോ എങ്ങനെ തള്ളിക്കളി? എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് അച്ഛൻ അറിയില്ലേ? ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അതിനെ തള്ളി പറയാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താ? എനിക്കത് അറിഞ്ഞാ മതി. ഓരോ ആപത്തുകളിൽ നിന്നും സഞ്ജു രക്ഷപ്പെട്ടു പോകുന്നത് അവൻ കിട്ടിയൊരു താലിയിലാണ്. സഞ്ജു വിവാഹം കഴിച്ചെന്നാണോ അച്ഛനും പറഞ്ഞു വരുന്നത്? ശ്രീകുട്ടിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടിട്ടുണ്ട് മോളെ. 2 പേരും അത് പറയാത്തതാ. കഷ്ടം. ശ്രീദേവി പോലെ സംസാരിക്കാൻ അച്ഛൻ എങ്ങനെ സാധിക്കുന്നു? അച്ഛൻ പറ. താലി കെട്ട് നടത്താൻ പാടില്ല. നിങ്ങൾക്ക് എന്താ എന്റെ മോളെ വേണ്ടേ? അതാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പെങ്കിൽ അതങ്ങ് തുറന്നു പറ. അച്ഛൻ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഒരിക്കൽ താലി കെട്ടിയ നിലയ്ക്ക് ഇനി അത് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. താലി കെട്ട് ഒഴിവാക്കി നമുക്കൊരു റിസപ്ഷൻ പാർട്ടി നടത്താം. സാധ്യമല്ല. നിങ്ങളൊക്കെ തന്നെയാ കല്യാണം നടത്താൻ തിടുക്കം കാണിച്ചത്. ഇപ്പൊ എന്റെ മകളുടെ കല്യാണം മുടക്കാൻ നിങ്ങൾ അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ചിരിക്കുക. രോഗത്തെ പറ്റി ഡോക്ടർ ആധികാരികമായിട്ട് പറയുന്നത് പോലെയാ ജ്യോത്സ്യന്മാരുടെ പ്രവചനത്തെക്കുറിച്ച് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതെ, ഈ കാഞ്ചനയുടെ അടുത്ത് വേണ്ട. 26 വർഷം മുമ്പുണ്ടായ ദുരനുഭവം എന്റെ മകൾക്കുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്ന എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, കുടുംബമില്ല. അതൊക്കെ ഒരിക്കൽ ഞാൻ വേണ്ടാന്ന് വെച്ചതാ. നിന്റെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയില്ലേ മോളെ? ഇങ്ങനാണോ നിങ്ങൾ എന്റെ മോക്ക് നന്മയുണ്ടാക്കാൻ പോകുന്നത്? ഇതാണ് അവളുടെ ജീവിത സൗഭാഗ്യമെങ്കിൽ എന്റെ മോൾക്കത് വേണ്ട. നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടന്നിരിക്കും. അതിൽ തന്നെ പിന്തിരിപ്പിക്കാമെന്ന് അച്ഛൻ കരുതണ്ട. നിങ്ങളും പിന്മാറില്ല. സഞ്ജു ഒരിക്കൽ ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, വീണ്ടും ഒരിക്കൽ കൂടി കെട്ടിയ എന്താ സംഭവിക്കാൻ പോകുന്നത്? അച്ഛനൊന്ന് പറഞ്ഞതാ. മോളെ, ആദ്യം കെട്ടി താലിയുടെ പവിത്രത അവിടെ തീർന്നില്ലേ? അച്ഛൻ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത്? ദേ, എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇനി ഇതാരോട് ചെന്ന് പറഞ്ഞേക്കരുത്. അച്ഛനെ ആൾക്കാരൊരു വില തരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഒരു കോമാളിയായി പോവും. കല്യാണത്തിന് ആൾക്കാരെ ക്ഷണിച്ചു തുടങ്ങി. ഓരോ വിഭാഗത്തെയും ഓരോ പണികൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ കല്യാണം നടത്തണമെന്ന് ചിന്തിച്ച് സന്തോഷമായിട്ട് കഴിയുമ്പോഴാ പുതിയ ഓരോ ആവശ്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. താലി കെട്ടാൻ പാടില്ല എന്ന് പ്രഭ ഓടി നടക്കുക. അച്ഛൻ ഇത് ചെന്ന് പ്രഭയോട് പറയാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടോന്ന്? നീ എന്റെ വാക്കുകൾക്ക് കുറച്ച് വില തരുമെന്ന് ഞാൻ കരുതി. ഞാൻ പറഞ്ഞതിനെ പറ്റി ബോധവാൻ തന്നെയാണ്. നീ കരുതും പോലെ അന്ധവിശ്വാസമൊന്നുമല്ല ഞാൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നു. അനുഭവങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്.
എൻ്റെ ചേതനയറ്റ ശരീരം കണ്ട ഒരു അച്ഛനാണ് ഞാൻ. ഇനി എനിക്കാകെയുള്ളത് എൻ്റെ പേരക്കുട്ടിയാണ്. ഞാൻ ജീവനോടിരിക്കുന്ന കാലം അവനും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെയും വസുമതയുടെയും അന്ത്യകർമ്മങ്ങൾ അവൻ ചെയ്യണം. മറിച്ചൊരു വിധി എനിക്കുണ്ടാവരുതേ എന്ന എൻ്റെ പ്രാർത്ഥന. എങ്കിൽ എന്നോളം മഹാപാപി വേറെ ഉണ്ടാവില്ല. ഈ വൃത്തന്റെ വാക്കുകൾ മോള് തള്ളിക്കളയരുത്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. അതിനു വേണ്ടി അച്ഛൻ കാത്തിരിക്കാൻ വേണ്ട. ഇനി ഒരിക്കൽ കൂടി കാഞ്ചന് തോറ്റുകൊടുത്ത് പിന്നോട്ട് പോവില്ല. വസുമതി കൂടെയില്ലാത്ത സമയത്ത് തന്നെ ഇങ്ങനെയൊരു പരീക്ഷണം വന്ന് ഭവിച്ചല്ലോ. പണിക്കർ സാറിന്റെ കൊച്ചുമകന്റെ ജാതകത്തിൽ കണ്ടത് ഇതിനകം സംഭവിക്കേണ്ടിയിരുന്ന അപമൃത്യുവാണ്. ഇനി ഒരു താലികെട്ടിന് തുനിഞ്ഞാൽ അത് ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. 26 വർഷം മുമ്പുണ്ടായ ദുരനുഭവം എന്റെ മകൾക്കുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലേ. ഞാനിത് ആരോട് പറയും? കല്യാണ തീയതിയെ കുറിച്ച് കഴിഞ്ഞു. സഞ്ജു ഒരിക്കൽ ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, വീണ്ടും ഒരിക്കൽ കൂടി കെട്ടിയ എന്താ സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ കൊച്ചുമോൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? ശാസ്ത്രികളും ജയരാമപ്പുതോളും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. സഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞു. ഇനിയൊരു താലികെട്ടിലൂടെ ഇപ്പോൾ അവനിലുള്ള മഹാലക്ഷ്മിയുടെ കടാക്ഷം ഒഴിഞ്ഞു പോകുമത്രേ. മുത്തച്ഛ, ദാ മുത്തശ്ശൻ പുറത്തുപോയി വന്നതല്ലേ. മുത്തശ്ശൻ പുറത്തേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തു നിന്നു. കാണാതായപ്പോഴാ റൂമിലേക്ക് വന്നത്. മുത്തശ്ശന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ടാ മുത്തശ്ശി പോയത്. അത് നന്നായി കുട്ടി. വല്ലാത്തൊരു പരവേശം. എന്താ മുത്തശ്ശ, നന്നായി വേർക്കുന്നുണ്ടല്ലോ. മുത്തശ്ശന് സുഖമില്ലേ? യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം. ആരോടും ഒന്നും പറയാതെയാണല്ലോ മുത്തശ്ശൻ പോയത്. ഞാൻ കരുതി ക്ഷേത്രത്തിൽ പോയതാണെന്ന്. അത് പിന്നെ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ട മോളെ. മുത്തശ്ശിനെ കുറിച്ചുള്ള ചിന്തകള് മനസ്സിൽ കിടന്നിട്ടാ. അതല്ല കുട്ടി, രാത്രി വസുമതിയോട് ഫോണിൽ സംസാരിച്ചതല്ലേ. അവള് സുഖമായിട്ടിരിക്കുന്നു. സഞ്ജുവിന്റെ കല്യാണത്തിന് തടസ്സങ്ങളുണ്ടെന്ന് വെളിപാട് പോലെയൊരു സ്വപ്നം. നീ ആ വാതിൽ ചാരിട്ട് ഇവിടെ വന്നിരിക്കെ. എന്താ മുത്തശ്ശ കണ്ടത്? നിനക്കറിയാവല്ലോ, അവന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം കഴിഞ്ഞെന്ന മട്ടില്ല ഇവിടെ പല സംസാരങ്ങളും ഉണ്ടായത്. ഞാൻ മറ്റൊരു ജ്യോത്സ്യനെ കാണാനാ പോയത്. ശാസ്ത്രികൾ പറഞ്ഞത് അച്ചട്ട് പോലെ പൊതുവോളം പറഞ്ഞത്. സഞ്ജുവിന്റെ ഒരു താലികെട്ട് കഴിഞ്ഞ നിലയ്ക്ക്
വീണ്ടും അത് പാടില്ലെന്ന്.